സുപ്രീം കോടതിയിൽ നിന്ന് വഖഫ് ഭേദഗതി ബില്ലിന്റെ ഇടക്കാല ഉത്തരവ് വന്നു. അതേക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിൽ സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു വിധി കൂടി വന്നിട്ടുണ്ട്. ഇന്ന് അന്തിച്ചർച്ച നടക്കേണ്ട വിഷയമായിരുന്നു. അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അന്തിച്ചർച്ചയ്ക്ക് വിഷയമാകേണ്ട ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ വിധി പ്രകാരം ചർച്ച ചെയ്യില്ല നമ്മുടെ മാധ്യമങ്ങൾ. നേരെ തിരിച്ചാണെങ്കിൽ ആഘോഷമായേനെ മാധ്യമങ്ങൾക്ക്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാർത്തകൾക്കുള്ള സ്കോപ്പ് ഉണ്ടായേനെ. CBI വരുന്നതും CBI ചോദ്യം ചെയ്യുന്നതും CBI കാറിൽ നിന്ന് ഇറങ്ങുന്നതും CBI നോട്ടീസ് അയക്കുന്നതും ഒക്കെയായി വാർത്തകളുടെ മഹാപ്രളയം തന്നെ ഉണ്ടാകുമായിരുന്നു വരും ദിവസങ്ങളിൽ. ആ വാർത്തകളൊക്കെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരെ നീണ്ടു നിന്നേനെ. അത്രയ്ക്ക് മാധ്യമങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു വിധി വരുമെന്നാണ് മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വന്നില്ല, നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഈ വിധി ഒരു സംശയവും വേണ്ട UDF-ന് എതിരെയാണ്. അത് മാധ്യമങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ CPIM-ന് ആശ്വാസമാണ്. ഇനിയിപ്പോൾ എന്താണ് വിധി എന്നല്ലേ? തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: നവീൻ ബാബുവിന്റെ മരണം, എല്ലാ കേസുകളും CBIക്ക് വിടാനാകില്ല, കുടുംബത്തിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി എന്നാണ്. മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയാണ്. മറ്റു മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയായി വന്നിട്ടില്ല. ഏഷ്യാനെറ്റിലും ചെറിയൊരു വാർത്ത കണ്ടു എന്നല്ലാതെ മറ്റു മാധ്യമങ്ങളൊന്നും വലിയ വാർത്ത നൽകിയിട്ടില്ല. അവർക്ക് വേണ്ട വിധിയല്ല വന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. നവീൻ ബാബുവിന്റെ മരണം, എല്ലാ കേസുകളും CBIക്ക് വിടാനാകില്ല, കുടുംബത്തിനെ ഹർജി തള്ളി സുപ്രീം കോടതി എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്ത ഇങ്ങനെയാണ്: ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസുമാരായ സുധാൻഷു ധുലിയ, K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി തള്ളിയത്. എല്ലാ കേസുകളും CBI അന്വേഷണത്തിന് വിടാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. എല്ലാ കേസുകളും CBI അന്വേഷണത്തിന് വിടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. എല്ലാ കേസുകളും CBI അന്വേഷണത്തിന് വിടാൻ കഴിയില്ല എന്ന പരാമർശത്തോടു കൂടിയാണ് സുപ്രീം കോടതി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. അതിനുശേഷം പറയുന്നു, കേസിൽ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടുണ്ട്. ഈ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്ന് മഞ്ജുഷയുടെ ഹർജി സുപ്രീം കോടതി തള്ളുകയായിരുന്നു. വളരെ ഹ്രസ്വമായ വാദം കേൾക്കലായിരുന്നു കോടതിയിൽ ഉണ്ടായിരുന്നത്. മഞ്ജുഷയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ സുനിൽ ഫെർണാണ്ടസും അഭിഭാഷകൻ MR രമേശ് ബാബുവാണ് ഹാജരായത് എന്നാണ്. ഇതേ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയതാണ്. ഹൈക്കോടതിയുടെ വിധിക്ക് എതിരെയാണ്, അപ്പീലായിട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അല്പസമയമെടുത്ത് പരിശോധിച്ച് ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതിയാണ് ഹർജി തള്ളിയിരിക്കുന്നത്. ഇനി അതിൽ പരം അപ്പുറത്ത് ഇനി എവിടെയും പോകാനില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഒരു കുടുംബത്തെ സംബന്ധിച്ച് വളരെ കഷ്ടം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ PP ദിവ്യയ്ക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയ്ക്ക് CPIM നേതാവ് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് CPIM തന്നെ വിലയിരുത്തുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റുകയും ചെയ്തു. നടപടിയെടുത്തു പാർട്ടി. അതിനുശേഷവും CPIM-നെതിരെ വലിയ തോതിൽ പ്രചാരണം നടത്താനും അത് വലിയ കേസാക്കി മാറ്റാനും CPIM PP ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല, സംസ്ഥാന പോലീസ് PP ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന വാദങ്ങൾ നിരത്താനും ഒക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനുശേഷം ശ്രമിച്ചത്. എത്രയോ അന്തിച്ചർച്ചകൾ അത് സംബന്ധിച്ച് നടന്നു. എത്രയോ കോളങ്ങൾ പത്രമാധ്യമങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു. എത്രയോ സമയം ദൃശ്യമാധ്യമങ്ങൾ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി കളയുകയും ചെയ്തിരുന്നു. കാരണം കണ്ണൂരിലെ CPM ആയിരുന്നു ലക്ഷ്യം. അതോടൊപ്പം തന്നെ LDF സർക്കാർ ആയിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് കൂടിയാണ്. അതുമാത്രമല്ല LDF-ൽ ഇതൊരു ഭിന്നതയ്ക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. CPIM-ന്റെ നിലപാടല്ല CPI സ്വീകരിച്ചത്. അതും മറ്റൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടക്കുകയും ചെയ്തിരുന്നു. വലിയ സമരമായി ഇതിനെ UDF വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ്. ആ അന്വേഷണം മതി. ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ആത്മഹത്യ
പ്രേരണ കുറ്റമുണ്ടെങ്കിൽ അതേക്കുറിച്ചും പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം CBI അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, എല്ലാ കേസുകളും CBI അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഇളകി മറിഞ്ഞേനെ. വഖഫ് വിധിയോടൊപ്പം ചിലപ്പോൾ അതിനേക്കാളും വലിയ വാർത്തയായി ഇത് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിന്നനെ. അതിനുശേഷം CBIയുടെ അടുത്ത നടപടികൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായിരിക്കും, ഏത് യൂണിറ്റാണ് അന്വേഷിക്കുക, അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും മേധാവി ആരാണ് എന്നൊക്കെ തുടങ്ങിയ ഉപസ്റ്റോറികളും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടാകുമായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് UDF-ന് അതോടൊപ്പം BJP-ക്കും ഇത് വലിയ തിരിച്ചടി തന്നെയാണ്.